ഹായ് ഹലോ, സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പല്ലവിയെ നാണം കെടുത്താനും ഒരു സ്വസ്ഥതയും കൊടുക്കാതെ സമാധാനമില്ലാതെ പല്ലവി നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഇന്ദ്രൻ ആ കോളേജിൽ ചേർന്നതും. 2 മാസമെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ പല്ലവി അവിടെ നിന്ന് തെറിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ്റെ ശ്രമങ്ങൾ. പക്ഷേ ഇന്ദ്രൻ്റെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്ന പല്ലവിക്ക് അറിയാം എന്ത് ചെയ്യണം ഏത് ചെയ്യണ്ട. എല്ലാവരും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോഴും പല്ലവിക്ക് അത്രത്തോളം ഉറപ്പാണ് ഇതെല്ലാം ഇന്ദ്രൻ്റെ അഭിനയം ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ പല്ലവിക്കെതിരെ തുനിഞ്ഞിറങ്ങുമ്പോൾ, എല്ലാവരെയും പല്ലവിക്കെതിരെ തിരിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് തന്നെയാണ്, രക്ഷപ്പെടാൻ മാത്രമല്ല എല്ലാവർക്കും ഇന്ദ്രൻ്റെ കപടമുഖം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പല്ലവി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാട് വേദന കൂടി തന്നെയാണ് ഇപ്പോൾ സേതുവിൻ്റെയും പല്ലവിയുടെ മനസ്സ്. ഒരുപാട് നാൾ ആഗ്രഹിച്ചത് ഒരുമിച്ച് ജീവിക്കാനായിട്ടാണ്. സേതുവും പല്ലവിയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് തടസ്സമായിട്ട് നിന്നത് ഇന്ദ്രൻ തന്നെയാണ്. അങ്ങനെ ഇന്ദ്രനെ അപ്പാടെ എടുത്ത് കളയുകയും ആ ഡിവോഴ്സ് കേസിൽ വിജയിക്കുകയും അങ്ങനെ ഇന്ദ്രനെ എന്നേക്കുമായിട്ട് പല്ലവിയുടെ ജീവിതത്തിൽ നിന്നും എടുത്ത് കളയുകയും ചെയ്തപ്പോൾ സേതുവും പല്ലവിയും ആഗ്രഹിച്ചു, സന്തോഷിച്ചു. ഇനി ഒരു തടസ്സവും ഇല്ല, ഇനി ഞങ്ങളുടെ വിവാഹമായിരിക്കും നടക്കാൻ പോവുക എന്ന്. എന്നാൽ വിധി അവരെ വീണ്ടും ഒന്നിപ്പിക്കാതെ വീണ്ടും ഓരോ ദിവസം കഴിയും തോറും തള്ളി നീക്കി വിവാഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല്ലവി പൂർണിമയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോഴും വിവാഹത്തെ പറ്റി തന്നെയാണ് പൂർണിമയോടും പറഞ്ഞത്. എന്നാൽ ചിങ്ങത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം കാണുമല്ലോ അമ്മേ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് പല്ലവിയും തിരിച്ചു ചോദിച്ചു. പക്ഷെ സേതുവിന് ഇപ്പോൾ തന്നെ പല്ലവിയെ വിവാഹം കഴിച്ചാലെന്ന് തോന്നുന്നുണ്ട്. പല്ലവി ഒന്ന് എസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്നും നോക്കാതെ തന്നെ പല്ലവിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരാനായിട്ടും സേതു തയ്യാറാണ്. എന്നാൽ സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം കുറച്ചുകൂടി നീണ്ടു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിധി എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ സമയമായില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു വിധിയുടെ വിളയാട്ടം തന്നെയാണ് സേതുവിനെയും പല്ലവിയെയും ഇപ്പോൾ ഒന്നിപ്പിക്കാതെ വിവാഹത്തിന് കൊണ്ടെത്തിക്കാതെ മാറ്റി നിർത്തുന്നത്. അതേ വിധി തന്നെ സേതുവും പല്ലവിയും ഒന്നിച്ചില്ലെങ്കിൽ എന്താ, സേതുവും പല്ലവിയും കാരണം അച്ചുവും ഹരിയും ഇന്ന് ഒന്നിച്ചിരിക്കുവാണ്. ഒരുപാട് അച്ചുവിന് ഇഷ്ടമാണ് ഹരിയെ. പക്ഷെ ഹരിക്ക് അച്ചുവിനെ ഇഷ്ടമാണെങ്കിൽ പോലും അവരൊരു ദാമ്പത്യ ജീവിതം തുടങ്ങാനായിട്ട് തയ്യാറല്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഹരിക്ക് തന്നെ ഉണ്ട്. അങ്ങനെ അതെല്ലാം മുന്നേറി ഇപ്പോൾ പൂർണിമ ഹരിയെ അംഗീകരിച്ചു, സ്വന്തം മരുമകനായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഹരിക്ക് ഇപ്പോൾ നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. നല്ല തുക തന്നെയാണ് ഹരിക്ക് അതിൽ നിന്നെല്ലാം കിട്ടുന്നത്. അപ്പോൾ ആ സന്തോഷവും അവർക്കുണ്ട്. എന്നാൽ അപ്പോഴും അച്ചുവിൻ്റെ മനസ്സിൽ ഹരി എന്നിട്ടും എന്നെ ചേർത്ത് പിടിക്കുന്നില്ലല്ലോ എന്നത് തന്നെയായിരുന്നു. എന്നാൽ സേതുവിൻ്റെയും പല്ലവിയുടെയും പേര് പറഞ്ഞ് അവരുടെ സേതു ഏട്ടൻ്റെയും പല്ലവി ചേച്ചിയുടെ വിവാഹം നടക്കാത്തത് വിധി കൊണ്ടായിരിക്കും എന്ന് അച്ചുവും, എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല, വിധിയും അല്ലെങ്കിൽ ഒന്നുമല്ല അതിന് കാരണമെന്ന് ഹരിയും പറഞ്ഞു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ച് അവസാനം അവരുടെ ഇപ്പോൾ എന്ത് ആണെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ തമ്മിൽ ഒന്നിക്കാത്തത് വിധി തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് തലവരയില്ല എന്ന് അച്ചുവും പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല അച്ചു, എൻ്റെ മനസ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനും അച്ചു തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ ഹരിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും വിധി തലവര എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നത്തിൽ ആ ഒരു പേരിൽ തുടങ്ങിയ അടി അവസാനം തെളിയിക്കാനായിട്ട് അച്ചുവിൻ്റെ കയ്യിൽ ചെറിയൊരു മുത്തം കൊടുത്തു. അങ്ങനെ ഹരിക്ക് മനസ്സിലായി അച്ചു തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്നേഹം അവസാനം അവരൊന്നിക്കുകയും ചെയ്തു, അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നല്ല സന്തോഷ നിമിഷങ്ങളും അവരുടെ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി പല്ലവി അവിടെ നിന്ന് പുറത്താക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് കലോത്സവത്തിൽ അവരുടെ കോളേജിൻ്റെ വക ഒരു നാടകമുണ്ട്.
അപ്പോൾ ആ നാടകം പഠിപ്പിക്കുന്നതും അതിൻ്റെ മേൽനോട്ടവും എല്ലാം പല്ലവിക്കാണ്. അപ്പോൾ പല്ലവി കുട്ടികൾക്ക് നാടകം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അഭിനയിക്കുന്നത് ചെറുതായിട്ട് മോശമാണ്. അപ്പോൾ പല്ലവി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനിടയിൽ ഇന്ദ്രൻ വരികയും എന്നിട്ട് പല്ലവി മിസ് പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഇതിങ്ങനെയല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി ഇതിൽ കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് പല്ലവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പല്ലവി തിരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്തു. ഇതിൽ ഇത്രയും വർഷമായിട്ടും അവർക്ക് എല്ലാവർക്കും കൂടി കലോത്സവത്തിന് നാടകം പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണെന്നും അതിൽ നിങ്ങൾ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നും പല്ലവി തിരിച്ചു മറുപടി കൊടുത്തു. അതിൻ്റെ പേരിൽ പല്ലവിയും ഇന്ദ്രനും ചെറിയ തർക്കമായി. അവസാനം അത് കുട്ടികളും അതിൽ ഏറ്റുപിടിച്ചു. ഇന്നത് സാറ് പറഞ്ഞത് ശരിയല്ലേ എന്ന് പല്ലവിയോട് ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന പല്ലവി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സാറിനോട് തന്നെ ഈ ഡ്രാമ പഠിപ്പിക്കാനായിട്ട് പറ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പല്ലവി ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. നേരെ സ്റ്റാഫ് റൂമിൽ ചെന്നതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞപ്പോഴും എല്ലാവരും ഇന്ദ്രനെയാണ് സപ്പോർട്ട് ചെയ്തത്. സാറ് പറഞ്ഞത് ശരിയല്ലേ എന്ന് പല്ലവിയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ അവിടേക്ക് ആ ഒരു സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നത്. ഇന്ദ്രൻ വന്ന പാടെ തന്നെ പല്ലവി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഇന്ദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ്, ഞാനൊന്നും പറഞ്ഞതല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. ഈ നാടകത്തിലാണെങ്കിൽ പോലും എൻ്റെ ഇപ്പോൾ ഈ ഒരു നാടകം ഇങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം എന്ന് അഭിപ്രായം പറയാനായിട്ട് നമുക്ക് പറ്റും. അതിപ്പോൾ എനിക്കൊന്നും മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അത് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും അതിൽ എന്താ തെറ്റാണ് അല്ലെങ്കിൽ എന്ത് തെറ്റാണ് അതിനകത്തുള്ളത് എന്ന് തിരിച്ച് ഇന്ദ്രനും ചോദിച്ചു. അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കമായപ്പോൾ പല്ലവി പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നാടകം ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇത് പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ കളിച്ച് കാണിക്കും. ആ സമയത്ത് ടീച്ചേഴ്സിനും എല്ലാവർക്കുമുള്ള അഭിപ്രായം പറയാമല്ലാതെ ഇതിൻ്റെ ഇടയിൽ കയറി അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പല്ലവിയും തിരിച്ചു പറഞ്ഞു. അങ്ങനെ ചെറിയ തർക്കമായപ്പോൾ ശരി ടീച്ചർ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്കും വരത്തില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് ഇന്ദ്രനും തൊഴുത് പല്ലവിയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് ഇന്ദ്രൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ എല്ലാവരും പല്ലവിയെ കുറ്റം പറഞ്ഞു. ടീച്ചർ പറയുന്നത് പോലെ സാറിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല, സാറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പല്ലവിയോട് പറയുന്നത് ഇന്ദ്രൻ അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രനും അത് തന്നെയായിരുന്നു ആവശ്യം. എല്ലാവരും പല്ലവിയെ ഒറ്റപ്പെടുത്തണം, എല്ലാവരും പല്ലവിയെ കുറ്റപ്പെടുത്തണം, അത് തന്നെയായിരുന്നു ഇന്ദ്രന്റെയും ആവശ്യം. അത് സംഭവിക്കുക തന്നെ ചെയ്തു. പല്ലവിയെ എല്ലാവരും ഒറ്റപ്പെടുത്തി, പകരം ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ കുറച്ചെങ്കിലും എന്തായാലും കുട്ടികളെങ്കിലും തൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു പല്ലവിക്ക്. എന്നാൽ ആ വിശ്വാസവും പല്ലവിയുടെ ആ വിശ്വാസവും തെറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പളെ വിളിച്ചു. പല്ലവി പ്രിൻസിപ്പളിനെ കാണാനായിട്ട് റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ പ്രിൻസിപ്പൾ പല്ലവിയോട് ചോദിച്ചത് ആ നാടകത്തിൽ നിന്നും, ആ നാടകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമിൽ നിന്നും പല്ലവി ഇറങ്ങിപ്പോയതിനെ കുറിച്ചാണ്. കുട്ടികളെല്ലാവരും വന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. ഇതേപോലെ ഇന്ദ്രൻ സാർ വന്നിട്ട് നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്, പക്ഷേ അത് മിസ്സിന് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. എന്നാൽ പല്ലവി ഇത് ചെയ്തത് തെറ്റാണ്, ഇന്ദ്രൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എല്ലാവരും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പല്ലവി ചെയ്തതാണ് മോശമെന്നും പേഴ്സണൽ കാര്യങ്ങളിൽ ഇപ്പോൾ പേഴ്സണലായിട്ട് പല്ലവിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അത് പ്രൊഫഷണലിൽ കൊണ്ടുവന്ന് കൂട്ടിക്കിഴിക്കരുത് എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. കൂടാതെ തന്നെ എന്തായാലും പല്ലവി ഇപ്പോൾ ഇങ്ങനെ പോകുവാണെങ്കിൽ നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ നല്ലതുപോലെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, കുട്ടികളെ കയ്യിലെടുക്കാനും കൂടി പഠിക്കണം, അവരുടെ മനസ്സിൽ കയറി പറ്റാനും കൂടി പല്ലവി പഠിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്ത വർഷം ഒരു സീറ്റും കൂടി ഇവിടെ ഉണ്ട്, ആ സീറ്റിലേക്ക് പല്ലവി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പല്ലവി ഇങ്ങനെ പോകുവാണെങ്കിൽ ചിലപ്പോൾ ഇന്ദ്രൻ തന്നെ ആ സീറ്റും കൈയടക്കും. ഇന്ദ്രൻ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്, ഒപ്പം കുട്ടികളെയും കയ്യിലെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ തിരിച്ച് പല്ലവി ചോദിച്ചത്, അന്ന് ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് എനിക്ക് ആ ഒരു സീറ്റ് തരാമെന്നല്ലേ സാർ വാഗ്ദാനം ചെയ്തത്, പക്ഷെ അത് അന്നാണ്, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ദ്രൻ പഠിപ്പിക്കും, പിന്നെ അവിടെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇന്ദ്രൻ പ്രിയപ്പെട്ട ആളാണ്. 2, ഇന്ദ്രൻ മാനേജ്മെന്റിൽ പിടിപാടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രന് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 മാസത്തേക്കാണ് ഇന്ദ്രൻ വന്നത്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രനെ ഞങ്ങൾ ഇവിടെ നിർത്തും, എന്നിട്ട് പല്ലവി ആയിരിക്കും തെറിക്കാൻ പോകുന്നത് എന്നൊരു ഭീഷണിയും കൂടി പ്രിൻസിപ്പൾ കൊടുത്തു.
സങ്കടത്തോടു കൂടി പല്ലവി ഇറങ്ങി വരുമ്പോൾ അവിടെ പല്ലവിയുടെ മുന്നിലും നല്ല വെള്ള ചമയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത്. എന്നാൽ ഇതെല്ലാം ഇന്ദ്രന്റെ കളികളാണെന്നും ഇന്ദ്രന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം എന്നുകൂടി പല്ലവി പറഞ്ഞപ്പോൾ അത് കേട്ടപാടെ തന്നെ പല്ലവിക്ക് ദേഷ്യം വന്നു. പല്ലവിയെ തിരിച്ച് സംസാരിച്ചു. അവസാനമാണ് ഇന്ദ്രന്റെ തനി സ്വരൂപം എന്താണെന്ന് പല്ലവി തിരിച്ചറിഞ്ഞത്. പല്ലവിക്ക് തിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഇന്ദ്രൻ എന്തിനു വന്നു എന്ന് പല്ലവിക്ക് അറിയാം. എന്നാൽ അത് ഇന്ദ്രന്റെ വായിൽ നിന്ന് തന്നെ പല്ലവി കേൾക്കാൻ ഇടയായി. ഇന്ദ്രൻ വന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം. എന്നാൽ ഉടൻ തന്നെ തിരിച്ച് പല്ലവി മറുപടി കൊടുക്കുകയും ചെയ്തു. പല്ലവിക്ക് ഇന്ദ്രൻ മറുപടി കൊടുക്കുകയും ചെയ്തു, അതെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തുക എന്നത് തന്നെയാണ്. എല്ലാവരുടെ മുന്നിൽ നീ നാണം കെടണം. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ നിന്നെ എല്ലാവരും എതിർത്ത് പറയണം, നിന്നെ സപ്പോർട്ട് ചെയ്യാതാകണം. അങ്ങനെ അവസാനം നീ ഒരാഴ്ചക്കകത്ത് വെച്ചാൽ ഇവിടെ നീ കോളേജിൽ നിന്ന് പുറത്താകണം. അതാണ് എൻ്റെ ആവശ്യം. ഇന്ദ്രൻ തന്നെ വെല്ലുവിളിക്കുവാണ്. ഈ ഒരാഴ്ചക്കകത്ത് വെച്ച് നിന്നെ എല്ലാവരും വെറുക്കുകയും നിന്നെ ഈ കോളേജിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ആ ഒരു വെല്ലുവിളി സ്വീകരിക്കുകയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കുക എന്ന് തിരിച്ചും പല്ലവി ഒരു വെല്ലുവിളി ഉയർത്തി. എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പല്ലവി ഉള്ളത്. പല്ലവി അത്രയും ഇന്ദ്രനേക്കാൾ കൂടുതൽ പല്ലവിയാണ് ആ കോളേജിലെ എക്സ്പീരിയൻസ് ഉള്ളത്. പക്ഷേ എല്ലാവരും ഇപ്പോൾ പല്ലവിയെ ഒറ്റപ്പെടുത്തുകയും പകരം ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുവാണ്. അത് പല്ലവിക്ക് ദോഷം തന്നെയാണ് വരുത്താൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.